നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ സമയത്തെ കാര്യങ്ങളൊക്കെയും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. യെരൂശലേം ദേവാലയത്തിലേക്കും യെരൂശലേം നഗരത്തിലേക്കുമുള്ള കർത്താവിൻ്റെ എഴുന്നള്ളത്ത് ഓശാന പെരുന്നാൾ ദിവസം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയുണ്ടായി. യേശു യെരൂശലേം നഗരത്തിലേക്ക് കടന്നു വന്നപ്പോൾ നഗരം ഞെട്ടിവിറച്ചു എന്നാണ് പരിശുദ്ധനായ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ദേവാലയത്തിൽ എത്തി അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതും നാം വായിക്കുകയുണ്ടായി. ക്രമേണ യഹൂദ മത നേതാക്കന്മാരുമായുള്ള യേശുവിൻ്റെ സംവാദങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായി തീരുകയായിരുന്നു. അവരെ സംബന്ധിച്ച് യേശു തമ്പുരാൻ എന്ത് അധികാരത്താൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അവരുടെ പരമ്പരാഗതമായ രീതിയിലുള്ള വേദ അഭ്യസനം ലഭിച്ചിട്ടില്ലാത്ത ഒരാൾ, യഹൂദ മതത്തിൽ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങൾ ഇല്ലാത്ത ഒരാൾ, സമൂഹത്തിൽ ഔദ്യോഗികമായ പദവികൾ ലഭിക്കാത്ത ഒരാൾ, ഇങ്ങനെ യെരൂശലേം ദേവാലയത്തിലേക്ക് കയറി വന്ന് എല്ലാവരെയും സ്തംഭിപ്പിച്ചുകൊണ്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഇറക്കി വിടുകയും ദേവാലയത്തിനകത്തുണ്ടായിരുന്ന മൃഗങ്ങളെ പക്ഷികളെയൊക്കെ ആട്ടി പുറത്താക്കുകയും ചെയ്തു. യേശുവിൽ എന്തെങ്കിലും ഒരു കുറ്റം, ഗൗരവമായ ഒരു കുറ്റം, പ്രത്യേകിച്ചും രാഷ്ട്രീയ ഭരണാധികാരികളുടെ മുൻപിൽ നിരത്തി വയ്ക്കുവാൻ തക്കവണ്ണം തെളിവോടെ എന്തെങ്കിലും ഒരു കുറ്റം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ വലിയ ഒരാഗ്രഹമായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളാണ് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗമായി നാം വായിച്ചു കേട്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശുവിനോട് യഹൂദ മത നേതാക്കന്മാർ ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിലൊന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങളാണ് ഇന്ന് ഏവൻഗേലി ഭാഗമായി നാം വായിച്ചു കേട്ടത്. അതുകൂടാതെ 2 ചോദ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്നുള്ളതായിരുന്നു. 4-ാമത്തെ ചോദ്യം സങ്കീർത്തനത്തിൽ പറയുന്ന ഭാഗങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള നിലയിലാണല്ലോ യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദാവീദ് സങ്കീർത്തനത്തിൽ എങ്ങനെയാണ് ദാവീദ് പുത്രനെ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്നത് എന്നുള്ള വേദശാസ്ത്രപരമായ ഒരു പ്രശ്നമായിരുന്നു 4-ാമത്തേത്. ഇന്ന് വായിച്ചു കേട്ട 2 വിഷയങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ തിരിച്ചുവിടാം. ഒന്നാമത്തേത് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന പരീശന്മാരായിരുന്നു. പരീശന്മാർ യഹൂദ സമൂഹത്തിലെ വലിയ പ്രമാണികളായ ആളുകളായിരുന്നു. പ്രത്യേകിച്ചും BC 63 റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പാലസ്തീനും യഹൂദ്യയും ഒക്കെ ആയതിനു ശേഷമുള്ള AD 67 യെരൂശലേം നഗരം നശിപ്പിക്കുന്നത് വരെയുള്ള 100 വർഷക്കാലം പരീശന്മാരാണ് ആ സമൂഹത്തിൽ നിർണായകമായ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന ആളുകൾ. അവർ വേദപുസ്തകം പഠിപ്പിക്കുകയും വ്യാഖ്യാനം ചെയ്യുകയും സംഘാലയങ്ങളിലെ ആരാധനയൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്ത അൽമായക്കാരായ
തിരുവചനം സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും തർക്കത്തിനിടയില്ലാത്ത വിധം വേദശാസ്ത്രപരമായ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നവരായിരുന്നു പരീശന്മാർ. അവർ യേശുവിനെ കൊടുക്കുവാനായി ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കുകയാണ്. റോമിനെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ച് യേശുവിനെ എങ്ങനെയെങ്കിലും ഭരണാധികാരികളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ പ്രത്യേക ഉദ്ദേശം. അവർ ചോദിക്കുന്ന ചോദ്യം, റോമിനും കൈസർക്കും കരം കൊടുക്കുന്നത് വിഹിതമാണോ? പൊതുവെ യേശുവിനെ സംബന്ധിച്ച് അങ്ങനെയൊരു ആരോപണം ഒളിഞ്ഞും തെളിഞ്ഞും അവ ഉയർത്തി വന്നിരുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മറ്റൊരു കരത്തെപ്പറ്റി പറയുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ കരം കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണം. അപ്പോഴാണ് യേശു തമ്പുരാൻ ശീമോൻ പത്രോസിനോട് ചോദിക്കുന്നത്, ആരാണ് കരം കൊടുക്കേണ്ടത്? അവസാനം മത്സ്യത്തെ പിടിച്ചതിൻ്റെ വായിലുള്ള നാണയത്തിൽ നിന്ന് കരം കൊടുക്കാൻ പറയുന്നു. അത് ദേവാലയത്തിൻ്റെ കരമാണ്. യെരൂശലേം ദേവാലയത്തിൽ നിക്ഷേപിക്കേണ്ട ഷേക്കൽ ആണ് അത്. അതെല്ലാ പ്രായപൂർത്തിയായ യഹൂദന്മാരും ചെയ്യണം. ആ കരം കൊടുത്തില്ലെങ്കിൽ മതപരമായ ഒരു വലിയ തെറ്റാണ്. എന്നാൽ ഇവിടെ ഇപ്പം ചോദിക്കുന്നത് രാഷ്ട്രീയമായ കരം കൊടുക്കലിനെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ചും ടൈബീറിയസ് സീസറിൻ്റെ കാലഘട്ടം എല്ലാ വ്യക്തികളും കരം കൊടുക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി എല്ലാ യഹൂദന്മാർക്കും ഒരു പ്രത്യേക കരമുണ്ടായിരുന്നു. അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹപരമായ കാര്യമാണ്. യേശു അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മറുപടി പറയും എന്നവർ പ്രതീക്ഷിച്ചു. യേശു തമ്പുരാന് അവരുടെ അന്തർഗതം മനസ്സിലാക്കി അവരോട് പറയുകയാണ്, ഒരു നാണയം എന്നെ ഒന്ന് കാണിക്കാമോ? അവിടെ ആ നാണയം കാണിക്കുമ്പോൾ യേശു ചോദിക്കുന്നു, അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അതിൽ ടൈബീറിയസ് സീസറിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് അവിടെ എഴുതി വച്ചിരിക്കുന്നത് മഹത്വമുള്ളവനായ ദൈവത്തിൻ്റെ പ്രതിനിധിയായ മഹത്വമുള്ളവനായ ടൈബീറിയസ് സീസർ എന്നാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി കൈസറെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, കൈസറെ ആരാധിക്കാത്തവർക്ക് റോമാ സാമ്രാജ്യത്തിൽ അവരെ കുറ്റവാളികളായി ചിത്രീകരിച്ച് രാജ്യദ്രോഹം കുറ്റം ചുമത്തി അവരെ ജയിലിലാക്കുക പതിവായിരുന്നു. എപ്പോഴും സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ അങ്ങനെയാണല്ലോ. ഏതെങ്കിലും കാര്യം പറഞ്ഞ് മനുഷ്യനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കുകയും വിസ്താരവും ന്യായപ്രമാണവും ഒന്നും കണക്കിലെടുക്കാതെ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം തടങ്കലിൽ പാർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നും ഒരു അനുദിന കഥയായി നമ്മൾ കാണുന്നുണ്ട്. യേശു ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നു, ഇത് കൈസറിൻ്റെ ചിത്രമാണ്, കൈസറിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു മറുപടി പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഈ ഒരു പ്ലോട്ട്, ഇവരുടെ ഗൂഢതന്ത്രത്തെ യേശു തമ്പുരാൻ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുവിന് രാഷ്ട്രീയമായ നിലപാടുകൾ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു യേശുവിൻ്റെ രാഷ്ട്രീയം? റോമിനെതിരെ പടപൊരുതുന്ന ധാരാളം ആളുകൾ അക്കാലത്ത് പാലസ്തീനിലും മറ്റ് സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അവരിൽ പലരെയും റോം ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ റോമിന് പെട്ടെന്ന് തന്നെ വാർത്ത കൊടുക്കാൻ അവരുടെ പിണയാളികളായി നിൽക്കുന്ന ഹെരോദ്യന്മാർ ഉണ്ടായിരുന്നു ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഹെരോദ്യന്മാരുടെ ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തുന്ന ഹെരോദ്യന്മാരുടെ സാന്നിധ്യം കൂടെ കണ്ടുകൊണ്ടാണ് പരീശന്മാർ ചോദിക്കുന്നത്, കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ? പരീശന്മാർ ദേശീയവാദികളായിരുന്നു, നാഷണലിസ്റ്റ് ആയിരുന്നു. അവർക്കും റോമിനോട് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരൊരു വലിയ ശക്തിയായിരുന്നുകൊണ്ട് റോമിന് അവരെ ഭയമായിരുന്നു.
യേശുവിന് രാഷ്ട്രീയമുണ്ടോ? എന്താണ് രാഷ്ട്രീയം? വളരെ പ്രമുഖമായ ഒരു ചോദ്യമാണ്. ഒരു കൂട്ടം ആളുകൾ പറയുന്നു യേശുവിന് രാഷ്ട്രീയമുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ കയറി ഇവരെയൊക്കെ ആട്ടിപ്പുറത്താക്കി ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചു എന്നൊക്കെ തീവ്രവാദികളായ നക്സൽബാരികളെ പോലെയുള്ളവർ പറയാറുണ്ട്. നീതി നടപ്പാക്കുവാൻ യേശു ആയുധം തന്നെ എടുത്തു എന്നവരുടെ കൃതികളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ യേശു ഒരിക്കലും അതവിടെ ചെയ്തിട്ടില്ല. യേശു അവിടെ ചെയ്തത് മൃഗങ്ങളെയാണ് ആട്ടിയോടിച്ചത്. നാണയം മാറുന്നവരുടെ മേശകൾ മറിച്ചിട്ടു. കാരണം യെരൂശലേമിലെ വലിയ പെരുന്നാളുകളുടെ നാളുകളിൽ ധാരാളം യഹൂദന്മാർ പാലസ്തീൻ്റെ 4 അതിരുകളിൽ നിന്ന് മാത്രമല്ല ചിതറിപ്പാക്കുന്ന യഹൂദന്മാരും എല്ലാം യെരൂശലേം ദേവാലയത്തിൽ വരുമ്പോൾ അവർക്ക് 2 കാര്യങ്ങൾ നിർബന്ധമായും അവർക്ക് കയ്യിലുണ്ടാവണം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവാലയ കരം കൊടുക്കാനുള്ള ഷേക്കൽ ഉണ്ടാവണം. അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നതും ഗ്രീക്കുകാരുടെ ദ്രാഹ്മയല്ല, എബ്രായ നാണയമായ ഷേക്കൽ വേണം. അത് മാറ്റിയെടുക്കുവാനുള്ള എക്സ്ചേഞ്ച് ബ്യൂറോസ് നമുക്കറിയാം. വിമാനത്താവളങ്ങളിലുമൊക്കെ പോകുന്നവർക്കറിയാം, പുതിയ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ നാണയം മാറിയെടുക്കണം. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് ബ്യൂറോസ് യെരൂശലേം ദേവാലയത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. ഇപ്പോഴത് ദേവാലയത്തിനകത്തായി. എന്ന് മാത്രമല്ല, അവിടെ യാഗമർപ്പിക്കുന്ന മഹാപുരോഹിതൻ്റെയും പുരോഹിതന്മാരുടെയും ഏജന്റന്മാരാണ് ഇവിടെ ഈ ബിസിനസ് നടത്തിയത് എന്നുള്ളതും യേശുവിനെ ചൊടിപ്പിച്ച കാര്യമാണ്. മറ്റൊന്ന്, ഈ തീർത്ഥയാത്രകരായി വരുന്ന ആളുകൾ അവരുടെ നേർച്ചയനുസരിച്ച് അവിടെ യാഗമൃഗങ്ങളെ സമർപ്പിക്കണം. ഒരു കുരുകിലാകാം, ഒരു പ്രാവാകാം, ഒരു കുഞ്ഞാടാകാം. പക്ഷേ ദിവസങ്ങളോളം യാത്ര ചെയ്തു വരുന്ന ഇവർക്ക് ഇതൊന്നും ഇത്രയും ദിവസം യാത്ര ചെയ്തു വരുമ്പോൾ കൊണ്ടുവരിക എളുപ്പമല്ല. അതിനുമുള്ള സൗകര്യങ്ങൾ യെരൂശലേം ദേവാലയത്തിൻ്റെ ഈ പ്രസിങ്സിലെല്ലാം ഉണ്ടായിരുന്നു. അതും ഇപ്പം വന്ന് ബിസിനസ് കൊഴുപ്പിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെ അശുദ്ധി കൂടി നഷ്ടപ്പെടുത്തി. ഈ ബിസിനസ്സാണ് എല്ലാവരുടെയും ശ്രദ്ധ. അവിടെ ആരാധനയുടെ പരിപാവനത, അവിടെ ആത്മാവിൻ്റെ നവീകരണം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞ് യേശു ക്ഷോഭിച്ചത്. അത് യേശുവിൻ്റെ ഒരു നിലപാടാണ്. പക്ഷേ നാം സാധാരണ പറയുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയം യേശുവിന് ഒരിക്കലും ഇല്ലായിരുന്നു. രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക, അധികാരികളെ പ്രീതിപ്പെടുത്തി സൗകര്യങ്ങളൊക്കെ നേടിയെടുക്കുക, അവരെ ഒരിക്കലും പിണക്കാതിരിക്കുക, ഇതൊന്നും യേശുവിൻ്റെ വിഷയമായിരുന്നില്ല. എന്നാൽ യേശുവിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മറുവശത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം. ആലംബികേണ്ടരായ ആളുകൾക്ക്, അധികാരം നഷ്ടപ്പെട്ട ആളുകൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക്, അടിമത്തം അനുഭവിക്കുന്ന ആളുകൾക്ക് എല്ലാം യേശു ഒരു അഭയമായിരുന്നു. തൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ യേശു പറഞ്ഞത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവൻ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കൊടുപ്പാനും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അതായിരുന്നു യേശുവിൻ്റെ രാഷ്ട്രീയം. ദരിദ്രരായ ആളുകളോട് പക്ഷം ചേരുക, ആലംബഹീനരായ ആളുകളോട് പക്ഷം ചേരുക, നീതി നിഷേധിക്കപ്പെടുന്നത് റോമിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും യെരൂശലേമിലെ പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നായിരുന്നാലും അവിടെ അതിനൊക്കെ എതിരെ ശബ്ദമുയർത്തുക. പക്ഷേ യേശു ഒരിക്കലും ഒരു സ്ഥാനമാനം നേടാനായി ആരുടെയെങ്കിലും ഔദാര്യം പിടിച്ചു പറ്റാനൊന്നും യേശു തൻ്റെ മൂല്യങ്ങളെ അവിടെ പണയപ്പെടുത്തിയില്ല. യേശുവിൻ്റെ ആഗ്രഹവും വിചാരവും എല്ലാം മനുഷ്യൻ്റെ ഗുണപരമായ മാറ്റങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഈ കഷ്ടാനുഭവ ആഴ്ചയിലും നാം നമ്മോട് തന്നെ പറയേണ്ടത് ഇതാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ, ഭരണാധികാരികളുടെ, ചട്ടക്കൂടുകളുടെ, നികുതികളുടെ ഒക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെയും അനുസരിച്ചുകൊള്ളൂ. യേശു കരം കൊടുക്കുന്നതിനെതിരല്ല, പൗലോസ് അപ്പോസ്തലനും എതിരല്ലായിരുന്നു. റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഭരണാധികാരികൾക്ക്
കീഴ്പ്പെടുവീൻ എന്നാണ് പറയുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലും അടിമകളോട് പറയുന്നത് നിങ്ങളുടെ ഉടമകൾക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്നാണ്. ക്രൈസ്തവ മതം എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന മതമായിരുന്നു. എപ്പോഴും രാജ്യത്ത് പ്രക്ഷോഭമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ ക്രൈസ്തവരെ കിട്ടില്ല. എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്നായിരുന്നു ക്രൈസ്തവ മതം. അതല്ലാതെ ആരെയെങ്കിലും ഒക്കെ പ്രീതിപ്പെടുത്തി അവർക്ക് പിണക്കം തോന്നുമോ എന്ന് തോന്നി അവരെ മയക്കിയെടുക്കുവാനുള്ള തന്ത്രങ്ങൾ, ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക, ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഒപ്പിച്ചെടുക്കുക, ഇതൊന്നും സഭയുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമായിരുന്നില്ല. യേശുവിൻ്റെ രാഷ്ട്രീയം ആത്മാക്കളുടെ രക്ഷയും സാധുക്കളുടെ വിമോചനവും അടിമകളുടെ സ്വാതന്ത്ര്യവും പീഡിതന്മാരുടെ വിടുതലുമായിരുന്നു. രണ്ടാമതേ, യേശുവിൻ്റെ അടുക്കൽ വരുന്നത് സാധൂക്യരായ ആളുകളാണ്. സാദോക്ക് എന്ന പുരോഹിതന്റെ പിൻഗാമികൾ, ലേവി ഗോത്രത്തിൽപ്പെട്ടവർ, അഹരോന്യ കുലത്തിൽപ്പെട്ടവർ, ഇവരേറ്റവും കൂടുതൽ അധിവസിച്ചിരുന്നത് യഹൂദ്യയിൽ ആയിരുന്നു. പരീശന്മാരുടെ പ്രവർത്തനം ഗലീലായിലും ശമരിയായിലും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയെങ്ങും ഈ സാധൂക്യർ അത്ര പ്രബലമായിരുന്നില്ല. കാരണം അവർ പുരോഹിതന്മാരാണ്, അവർ ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. യാഗങ്ങളും പൂജാവിധികളും ധൂപാർപ്പണങ്ങളും പെരുന്നാളുകളും ഒക്കെ വേണ്ട വിധം നടത്തുക എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധ. ഈ സാധൂക്യർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു. ഒരു കടങ്കഥ പറയുകയാണ്. ഒരു വീട്ടിൽ 7 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ആൾ വിവാഹിതനായിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അവരുടെ പ്രമാണം അനുസരിച്ച് രണ്ടാമത്തെ ആള് ആ വനിതയെ വിവാഹം കഴിച്ചു, അവനും മരിച്ചുപോയി. മൂന്നാമത്തെ ആൾ വിവാഹം കഴിച്ചു, അയാളും മരിച്ചുപോയി. അങ്ങനെ 7 പേരും മരിച്ചു. അവസാനം ചോദിക്കുന്ന ചോദ്യമാണ്, പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായി തീരും? കേൾക്കുമ്പോൾ നിസ്സാരമായ ചോദ്യമാണ്, പക്ഷേ ഒരു കുടുക്കു ചോദ്യമാണ്. അവിടെ ചോദിക്കാൻ കാരണം, ഈ സാധൂക്യർ പുരോഹിതന്മാരാണെങ്കിലും അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ആത്മാവിൻ്റെ നിത്യതയെ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. അവർ ധൂപാർപ്പണം നടത്തുന്നുണ്ട്, പൂജാവിധികൾ സമർപ്പിക്കുന്നുണ്ട്, ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്, പെരുന്നാളുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ആത്മാവിൻ്റെ നിത്യതയെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസമില്ലായിരുന്നു. പരീശന്മാരും സാധൂക്യരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഈ വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. പരീശന്മാർക്ക് ആത്മാവിൻ്റെ നിത്യതയെ സംബന്ധിച്ച് വിശ്വാസമുണ്ടായിരുന്നു, അവർക്ക് പുനരുത്ഥാനത്തെ സംബന്ധിച്ച് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിനെ വിസ്തരിക്കുമ്പോൾ പൗലോസ് ന്യായാധിപ സംഘത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടു, ജഡ്ജിമാരിൽ ചിലരൊക്കെ പരീശന്മാരും ചിലരൊക്കെ സാധൂക്യരുമാണ്. പൗലോസ് വളരെ ബുദ്ധിപൂർവം അവിടെ വിളിച്ചു പറയുന്നു, സഹോദരന്മാരായ പുരുഷന്മാരെ, മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ടോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പഠിപ്പിച്ചതിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. യേശുവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് മാത്രമേ ഞാൻ പ്രസംഗിച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ന്യായാധിപ സഭയിലുണ്ടായിരുന്ന ജഡ്ജിമാരിൽ പരീശന്മാരും സാധൂക്യരും തമ്മിൽ വലിയ കലഹമുണ്ടായി. കാരണം പരീശന്മാർ പറഞ്ഞതിലെന്താ തെറ്റ്? ആത്മാവിൻ്റെ പുനരുത്ഥാനം ശരിയല്ലേ, ദൈവശാസ്ത്രപരമായി നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണല്ലോ. സാധൂക്യർ പറഞ്ഞു ഒരു കാലത്തുമില്ല, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല. ഇപ്പൊ സാധൂക്യർ ഇതിനെ തിരസ്കരിച്ചവരായതുകൊണ്ടാണ് ഈ കടങ്കഥ വന്ന് പറയുന്നത്. യേശു വളരെ മനോഹരമായ മറുപടിയാണ് അവിടെ പറയുന്നത്. യേശു പറയുന്നു, ഈ വിവാഹം എന്ന് പറയുന്നത് ലോകത്തിൽ നമ്മുടെ ജീവിതകാലമുള്ള ഒരു ഏർപ്പാടാണ്. പുനരുത്ഥാനത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. അവിടെ ആർക്കും വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നില്ല, ആരും ഭാര്യമാരെ എടുക്കുന്നുമില്ല. എല്ലാവരും മാലാഖമാരെ പോലെയാകുന്നു. നമ്മളതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും മാലാഖമാരെ പോലെയാകുന്നു. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം, നമ്മുടെ പള്ളികളിലെ കല്ലറകളിലൊക്കെ ഭാര്യാഭർത്താക്കന്മാരുടെ കല്ലറകൾ അടുത്ത് പണിത് വച്ചിരിക്കുകയാണ്, നമ്മുടെ മാതാപിതാക്കളുടെ ഉൾപ്പെടെ.
പുനരുത്ഥാനത്തിൽ ഇവർ ഒരുമിച്ച് വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ യേശു പറയുന്നത് പുനരുത്ഥാനത്തിൽ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരും സഹോദരി സഹോദരന്മാരും ഒന്നുമില്ല. അവിടെ എല്ലാവരും മാലാഖമാരെ പോലെ ആണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് ഈ കുടുംബത്തിൻ്റെ സംവിധാനവും ഒക്കെ. ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റുകൾ വിടുവാനായി റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനമാണ് റോക്കറ്റുകളുടെ ദൗത്യം. പക്ഷെ ബഹിരാകാശത്ത് സാറ്റലൈറ്റ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റുകൾ അപ്രസക്തമാണ് എന്ന് പറയുന്നത് പോലെ ഈ കുടുംബ സംവിധാനങ്ങൾ, ഈ ഭൗമികമായ ഇടപാടുകളൊക്കെ ലോകപ്രകാരമുള്ള കാര്യങ്ങളാണ്. ആത്മാവിനാണ് നിലനിൽപ്പ്. ഒരു ചോദ്യം കൂടെ യേശു അവരോട് ചോദിക്കുകയാണ്. ദീർഘദർശിയായ മോശ മുൾപ്പടർപ്പിൽ അഗ്നി കണ്ടപ്പോൾ എന്താണ് നിലവിളിച്ചു പറഞ്ഞത്? മോശ പറഞ്ഞത് അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമേ എന്നാണ്. അവരൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടന്നുപോയവരാണ്. മോശയ്ക്ക് വേണമെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ പേര് പറഞ്ഞ് യോശുവായുടെ ദൈവവും കാലേബിൻ്റെ ദൈവവും അഹരോന്റെ ദൈവവും എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ മോശ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച ആളാണ്. ആത്മാക്കളുടെ നിത്യതയിൽ വിശ്വസിച്ച ആളാണ്. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവരാരും, കർത്താവ് പറയുന്നു, അവരാരും മരിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും ആവർത്തിച്ചു പറയുന്നു, അവരാരും മരിച്ചിട്ടില്ല. അവരെല്ലാം നിത്യതയിൽ കഴിയുകയാണ്. അവരെന്നും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ അർത്ഥവത്തായ 2 ചോദ്യങ്ങളാണ് ഈ സന്ധ്യയിൽ കർത്താവ് നേരിട്ടതായി നാം വായിച്ചു കേട്ടത്. അതിലൊന്ന് ഈ ലോകത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, മറ്റൊന്ന് ഈ ലോകം വിട്ട് നാം ദൈവസന്നിധിയിലേക്ക് പോകുമ്പോഴുള്ള ആത്മാവിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചാണ്. ഈ പീഡാനുഭവ ആഴ്ച നാം ധ്യാനിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതി യേശു ഇവിടെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ആത്മാക്കളുടെ നിത്യത, അതായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോഴും സമൂഹമായി സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വി ആർ ഡീലിംഗ് വിത്ത് ദ സോൾസ്. ആത്മാക്കളുമായിട്ടാണ് നമ്മുടെ ഇടപെടൽ. ലോകപ്രകാരമുള്ള അധികാരങ്ങളോ പവറോ സ്ഥാനമാനങ്ങളോ ഇതൊന്നുമല്ല പ്രധാനം. ഏറ്റവും പ്രധാനം ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. ആത്മാക്കളുടെ നിത്യതയാണ് പ്രധാനപ്പെട്ട വിഷയം. നാം എല്ലാവരും മാലാഖമാരെ പോലെ കഴിയേണ്ടവരാണ്. അതുകൊണ്ട് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ലൗകികമായ ഇടപെടലുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. പക്ഷേ അവിടെയും ഓർക്കുക, ഈ ലോകത്തിലെ രാജ്യങ്ങളും ഈ ലോകത്തെ അധികാരസ്ഥാനങ്ങളും എല്ലാം നീങ്ങിപ്പോകുന്നതാണ്. എത്രയോ സിംഹാസനങ്ങൾ, രാജകീയ സിംഹാസനങ്ങൾ പട്ടുപോയി. ഒരു കാലത്ത് മഹാനായ അലക്സാണ്ടർ ആരായിരുന്നു? ഗ്രീക്ക് സാമ്രാജ്യം എന്തായിരുന്നു? ബാബിലോൺ സാമ്രാജ്യം എന്തായിരുന്നു? കോരസ് രാജാവിൻ്റെ പേർഷ്യൻ സാമ്രാജ്യം എന്തായിരുന്നു? അതൊക്കെയും ഇല്ലാതെയായിരുന്നല്ലോ. ബ്രിട്ടീഷ് എംപയർ എന്തായിരുന്നു അതിൻ്റെ അധികാരം? ലോകം മുഴുവൻ പിടിച്ചടക്കിയില്ലേ? ഇപ്പോഴെവിടെ ഇരിക്കുന്നു ബ്രിട്ടൻ? ബ്രിട്ടനിൽ പട്ടിണിയാണ്, തൊഴിലില്ലായ്മയാണ്. ബ്രിട്ടനെ ആരും ഗൗനിക്കുന്നില്ല. ഈ ലോകത്തിലെ അധികാരങ്ങൾ, ഈ ലോകത്തിലെ സ്ഥാപനങ്ങൾ, ഈ ലോകത്തിലെ നേട്ടങ്ങൾ, അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയും നമുക്ക് സാധ്യതയുള്ളൂ. നമ്മുടെ ആത്മാവിൻ്റെ പ്രദീപ്തമായ നിലനിൽപ്പ്, നിത്യതയുടെ സ്ഥിതി ഇതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. നാം എല്ലാവരും സഭാംഗങ്ങളായിരിക്കുന്നത് നമ്മുടെ ആത്മാക്കളെ പ്രതിയാണ്. ലോകത്തിൽ നമ്മൾ പരാജയപ്പെടുമായിരിക്കും, പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുമായിരിക്കും, പലരും നമ്മളെ വിഡ്ഢികളെന്ന് വിളിക്കുമായിരിക്കും, പലരും നാം നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുത്തില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ ഐഹികമായ നേട്ടങ്ങളല്ല നമുക്ക് വലുത്, ആത്മികമായ നേട്ടങ്ങളാണ്. ദൈവത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ പാതയിൽ സഞ്ചരിച്ച്
കുരിശ് നൽകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, എന്നും ദൈവത്തോടൊപ്പം വസിക്കുവാൻ, നിത്യമായ ആരാധനയിൽ കർത്താവിന് ഹോശാനയും ഹല്ലേലൂയാകളും പാടുവാൻ ദൈവം നമുക്കെല്ലാം ഇടയാക്കട്ടെ. നമ്മയെല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.